സദ്യയിൽ രണ്ടാമതായി ഒഴിക്കുന്ന ഒഴിച്ചുകറിയാണ് സാമ്പാർ. സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണവും കളറും വരുമ്പോൾ സദ്യ ഒരു വേറെ ലെവലിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. 3 പിടിയോളം, അതായത് ഒരു അര ഗ്ലാസോളം തോരൻ പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പച്ചക്കറികളെല്ലാം റെഡിയാണ്. നിറയെ ഉള്ളി, സാമ്പാർ മുളക് എല്ലാ സ്ഥലത്തും ഉണ്ടാവുമെന്നറിയില്ല, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി. ചേന, പടവലം, തക്കാളി, പിന്നെ പൊട്ടറ്റോ, അമരയ്ക്ക, വെള്ളരിക്ക, വെണ്ടയ്ക്ക, ഇത്രയും സാധനങ്ങൾ റെഡിയാണ്. വെണ്ടയ്ക്ക ഒഴികെയുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ കുക്കറിലേക്ക് തട്ടി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുക. ഓക്കെ, വിസിൽ കേൾപ്പിച്ചതിന് ശേഷം കുക്കർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്തേക്ക് നമ്മൾ മാറ്റി വെച്ച വെണ്ടയ്ക്ക നന്നായിട്ട് എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുകയാണ്. വെണ്ടയ്ക്ക വെന്ത് ഒരുമാതിരി കിളുകളായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. വെണ്ടയ്ക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി കുക്കർ ഓപ്പൺ ചെയ്യുക. പ്രഷർ കംപ്ലീറ്റ്ലി പോയതിന് ശേഷം പൊടിവർഗ്ഗങ്ങളൊക്കെ ഇടുക. നമുക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ടതിന് ശേഷം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വീണ്ടും ഈ കഷ്ണങ്ങൾ വെച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയില്ലേ, നമുക്ക് ആ വെണ്ടയ്ക്ക കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് കശക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും, ഇനി ഇടാൻ പോകുന്ന ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം, കാരണം പുളി ഉപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പം ഉപ്പ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാത്ത ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഫൈനലി നമുക്ക് ഇടാൻ വേണ്ടുന്ന സാധനമാണ് 1 പിടിയോളം നല്ല ഫ്രഷ് ചോപ്പ് ചെയ്തിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഈ വേവിക്കൽ പ്രോസസ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഘട്ടമാണ് കടുതാളിക്കൽ. വെണ്ടയ്ക്ക വറുത്ത് കോരി വെച്ചിരുന്നതിൻ്റെ ബാക്കി എണ്ണയില്ലേ, അതേ എണ്ണ തന്നെ മതിയാവും. കടുക് പൊട്ടിക്കുക, ജീരകം പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, പിന്നീട് പ്രധാനമായിട്ട് ഇടുള്ളത് ഇത് കായപ്പൊടി. ഓക്കെ, ഇത്ര ഒരു 1/4 ടീസ്പൂൺ വരും കായപ്പൊടി, പിന്നെ കറിവേപ്പില. ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ടതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിക്കുക. ഈ ഫൈനലി എണ്ണയിൽ കായൊക്കെ ഇട്ട് വറുക്കുന്ന കടുക് താളിക്കലിന് നല്ല മണമാണ് സാമ്പാറിന്. ഇതുകൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ, അല്ല എന്നും ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയാൽ മതി. അടിപൊളി സാമ്പാറാണ്. ഇത്തവണ നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട്.